കേരളം തെരഞ്ഞെടുപ്പിന്റെ ആവേശ പോരാട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ത്രികോണ മത്സരമാണ് കേരളത്തിലെ പകുതിയിലധികം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലും ഇക്കുറി നടക്കാൻ പോകുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമാക്കുന്നത്. 70-ലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ പോരാട്ടമാണ്. BJP പ്രതീക്ഷിക്കുന്നത് 30 സീറ്റിലധികം ഇത്തവണ വിജയിക്കാമെന്നാണ്. എന്നാൽ അത് ചിലപ്പോൾ സാധ്യമായെന്ന് വരില്ല. പക്ഷേ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തന്നെ BJPക്ക് 6, 7, 8 സീറ്റും ഒക്കെ പ്രവചിക്കുകയാണ്. ചരിത്രത്തിലില്ലാത്ത ഒരു കാര്യമാണിത്. ഒരു കാലത്ത് BJPയെ തൊട്ടുകൂടാതിരുന്ന, അല്ലെങ്കിൽ BJP വിജയിക്കുമെന്ന് ഒരിക്കലും വാതുറന്ന് പറയാതിരുന്ന മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നു BJPക്ക് 6, 7, 8 സീറ്റൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ ഈ യാഥാർത്ഥ്യം അതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ നിരവധി മണ്ഡലങ്ങളിൽ BJP ഇത്തവണ വിജയിക്കുമെന്ന ഉറപ്പാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. തിരുവനന്തപുരത്ത് BJP വിജയം പ്രതീക്ഷിക്കുന്ന 2 or 3 മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം. ആ കഴക്കൂട്ടത്ത് ഇത്തവണ BJP രംഗത്തിറക്കുന്നത് V മുരളീധരനെയാണ്. 2016 കഴക്കൂട്ടത്ത് മത്സരിച്ച V മുരളീധരൻ അതുവരെ കഴക്കൂട്ടത്തിനെ, അല്ലെങ്കിൽ ആ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന MA വാഹിദിനെ 3ാം സ്ഥാനത്താക്കിക്കൊണ്ട് 42,000-ഓളം വോട്ട് നേടി അന്ന് അട്ടിമറിയിലൂടെ 2ാം സ്ഥാനത്തേക്ക് എത്തി. അന്ന് സത്യത്തിൽ ഞെട്ടിത്തെരിച്ചത് കോൺഗ്രസ് നേതൃത്വമാണ്. എങ്ങനെയാണ് ഇത്രയും വോട്ട് കഴക്കൂട്ടത്ത് V മുരളീധരൻ സമാഹരിച്ചത്? പക്ഷെ അതിനൊരു കാരണമുണ്ടായിരുന്നു, കൃത്യമായ ഗ്രൗണ്ട് വർക്ക്. മാസങ്ങളും വർഷങ്ങളും കൊണ്ട് കഴക്കൂട്ടം എന്ന മണ്ഡലത്തിലെ ജനങ്ങളുമായി, പാർട്ടി പ്രവർത്തകരുമായി ഹൃദയബന്ധമുണ്ടാക്കാൻ V മുരളീധരന് കഴിഞ്ഞു. ആ ബന്ധം തന്നെയാണ് V മുരളീധരനെ 2016 അത്രയും വലിയ വോട്ട് നേട്ടത്തിലേക്ക് എത്താൻ സഹായിച്ചത്. അതിനുശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നു. 2021 എത്തുമ്പോൾ കഴക്കൂട്ടത്തേക്ക് പുതിയൊരു സ്ഥാനാർത്ഥി എത്തുന്നു, ശോഭാ സുരേന്ദ്രൻ. പക്ഷേ അത്തവണ സ്ഥാനാർത്ഥി എത്താൻ അല്പം വൈകി. കാരണം അവസാന നിമിഷമാണ് ശോഭാ സുരേന്ദ്രനെ കഴക്കൂട്ടത്തേക്ക് BJP നിയോഗിച്ചത്. എന്നിട്ടും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കളം പിടിക്കാനും ഏറെ ശ്രദ്ധ നേടാനും പ്രചരണത്തിൽ ഏറെയൊക്കെ മുന്നിലെത്താനും ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഒരു വലിയ മാർജിനിൽ കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശോഭാ സുരേന്ദ്രൻ 40,000-ഓളം വോട്ട് പിടിച്ചു. ഏകദേശം 62,000-ഓളം വോട്ട് നേടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് നിന്ന് വിജയിച്ചത്. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ അത്ര പന്തിയല്ല കടകംപള്ളിയെ സംബന്ധിച്ച്. കടകംപള്ളിയാണ് സ്ഥാനാർത്ഥിയെങ്കിലും ഇനി ആരാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെങ്കിലും. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ച്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ കാലത്താണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ആ സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിക്ക് പങ്കുണ്ട് എന്നുള്ള ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. കടകംപള്ളിയെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ കിണഞ്ഞു ശ്രമിച്ചു, അന്വേഷണ സംഘം കിണഞ്ഞു ശ്രമിക്കുന്നു എന്നും ഇപ്പോൾ പ്രതിപക്ഷവും BJPയും അടക്കം ആരോപിക്കുന്നുണ്ട്. മന്ത്രിയെ രക്ഷിക്കാനാണ് തന്ത്രിയുടെ തലയിൽ കുറ്റം ചാർത്തി തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് വരെയുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നു. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തന്നെ അന്വേഷണം ഉന്നതരിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചു. അങ്ങനെ കടകംപള്ളി കൃത്യമായി തന്നെ ഈ കേസിൽ ആരോപണ വിധേയനായി ഇപ്പോഴും നിൽക്കുന്നു. ആ കടകംപള്ളിയെ എത്ര വെള്ള പൂശിയാലും ആ സ്വർണ്ണക്കൊള്ളയുടെ പാപക്കറ കടകംപള്ളിയുടെ ഷർട്ടിൽ നിന്ന്, അല്ലെങ്കിൽ കടകംപള്ളിയിൽ നിന്ന് മാഞ്ഞു പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇത് കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. കഴിഞ്ഞ 2 തവണ മത്സരിച്ച സമയത്തുള്ള പ്രതിച്ഛായയല്ല കടകംപള്ളി സുരേന്ദ്രൻ ഇത്തവണ കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോഴുള്ളത്. അത് CPM-നെ സംബന്ധിച്ച്, കടകംപള്ളിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. കടകംപള്ളി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയോടെ മത്സരിപ്പിക്കാൻ CPM ആലോചിച്ചിരുന്നതാണ്. എന്നാൽ മറ്റൊരാൾ മത്സരിച്ചാൽ അതിനേക്കാൾ വലിയ പരാജയം, ദയനീയ പരാജയമായിരിക്കും ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ആ നീക്കം ഉപേക്ഷിച്ചു. സിറ്റിംഗ് MLA മത്സരിക്കട്ടെ എന്നുള്ള ഏകദേശം ഒരു ധാരണയെത്തി. എങ്കിൽ പോലും കടകംപള്ളിക്കെതിരെയും പ്രാദേശിക പാർട്ടിക്കുള്ളിൽ വലിയ എതിർപ്പുകളുണ്ട്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലടക്കം കടകംപള്ളി സ്വന്തം നിലയിൽ പല സ്ഥാനാർത്ഥികളെയും മത്സരിപ്പിച്ചു. അത് പ്രാദേശിക പാർട്ടി നേതൃത്വത്തോട് കൂടിയാലോചിക്കാതെയാണ് എന്നുള്ള വിമർശനങ്ങൾ കടകംപള്ളിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ശബരിമല വിഷയത്തിലും പ്രാദേശിക പാർട്ടിയിലുള്ള തർക്കങ്ങളിലും ഒക്കെ തന്നെ കഴക്കൂട്ടത്ത് CPM-നുള്ളിൽ വലിയ പ്രതിസന്ധിയുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ കഴിഞ്ഞ തവണയും അതിനു മുൻപത്തെ തവണയും നേടിയത് പോലെയുള്ള ഒരു മേൽക്കോയ്മ ഇത്തവണ കഴക്കൂട്ട മണ്ഡലത്തിൽ നേടാൻ CPM-നോ ഇടതുമുന്നണിക്കോ കഴിയില്ല. കോൺഗ്രസിന്റെ കാര്യമാകട്ടെ പരിതാപകരമാണ്. കോൺഗ്രസ് കഴക്കൂട്ടത്ത് 3ാം സ്ഥാനത്തേക്ക് വേണ്ടി തന്നെ ആയിരിക്കാം ഇക്കുറി മത്സരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, ഈ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ അനുകൂലമാകുന്നത് BJPക്കാണ്, NDAക്കാണ്, V മുരളീധരനാണ്. കഴിഞ്ഞ തവണ LDF-ന് അനുകൂലമായി പോയ, കടകംപള്ളിക്ക് അനുകൂലമായി പോയ നിഷ്പക്ഷ വോട്ടുകളും
ഹൈന്ദവ വോട്ടുകളും ഇത്തവണ ഏകീകരിച്ച് BJP-യിലേക്ക് NDA-യിലേക്ക് വി മുരളീധരനിലേക്ക് എത്തിയാൽ ഇത്തവണ വി മുരളീധരൻ കഴക്കൂട്ടത്ത് അട്ടിമറി വിജയം നേടും തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.